ക്രിസ്തുവിനോട് ചേർന്നിരുന്നുള്ള വിലപ്പെട്ട അന്തരീക്ഷം ഒന്ന് ഓർത്തു നോക്കിയേ. അതിൻ്റെ വിശേഷത എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുന്ന അപ്പുറമാണ്. അത്രയ്ക്ക് ചേർന്ന് നിൽക്കുവാനും ചേർന്ന് നിന്നാൽ ഗുണമുണ്ടാകുവാനും പറ്റുന്ന ഒരു വ്യക്തിത്വമാണല്ലോ നമ്മുടെ മഹായേശു. ആ യേശുവിൻ്റെ അടുക്ക ചേർന്ന് നിൽക്കാതെ യേശുവിന് വിട്ടുപോയാൽ, അകന്നുപോയാൽ ഉണ്ടാകുന്ന പരാജയം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ യേശുവിനോട് ചേർന്ന് നിന്നാൽ ഗുണത്തിന്മേൽ ഗുണമേ ഉള്ളൂ. അതൊരിക്കലും നിരാശ എന്ന കാര്യം യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. അതൊന്ന് അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവമക്കൾ തയ്യാറാകണം. ഇനി അനുഭവിച്ചവൻ ആരെങ്കിലും യേശുവിനെ വിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരേണ്ട ഒരു ദൈവിക ചിന്ത ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ദൂത് ഹോശേയ പ്രവാചന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. 14 അധ്യായങ്ങളുള്ള ഈ ഹോശേയ പ്രവചന പുസ്തകം നമുക്കറിയാം. വിശുദ്ധ ബൈബിൾ 66 അധ്യായമുള്ള വിലപ്പെട്ട പുസ്തകമാണ്. അതിനകത്ത് 16 പ്രവചന പുസ്തകമുണ്ട്. അതിനകത്ത് വലിയ പ്രവാചകൻ്റെ പുസ്തകം യെശയ്യാവ്, യിരെമ്യാവ്, എഗെസ്കേൽ, ഡാനിയേൽ, 4 പ്രവചന പുസ്തകങ്ങൾ, വലിയ പ്രവാചകന്മാർ. അവരുടെ ദൗത്യം വലുതായിരുന്നു. എന്നാൽ ഹോശേയ പ്രവാചന പുസ്തകം മുതൽ മലാക്കി പ്രവചന പുസ്തകം വരെയുള്ളതായ 12 പ്രവചന പുസ്തകങ്ങൾ ചെറിയ പ്രവാചകന്മാരെന്ന് പറയുന്ന ചെറിയ ശുശ്രൂഷകൾ ഒന്നാണെങ്കിൽ തന്നെയും അവരുടെ ദൗത്യത്തിൽ കാലാവധിക്ക് ചുരുക്കമുണ്ടായിരുന്നു. ഈ 16 പ്രവചന പുസ്തകത്തിലെയും ഇല്ല, ഈ 66 പുസ്തകത്തിൻ്റെയും ഒറ്റ വാക്കാണ് കിടക്കുന്ന കം ബാക്ക്, മടങ്ങുക, റെസ്റ്റോറേഷൻ, പുനഃസ്ഥാപനം. ഒന്നാം ആദാമായ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ കിടക്കുന്ന 1-ാം ആദാമിൻ്റെ അകൽച്ച, ക്രിസ്തുവിൻ്റെ അകൽച്ച വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ഥാനത്ത് നിന്നും 2-ാം ആദാമായ യേശു ക്രിസ്തു നിമിത്തം അവിടെ പുനഃസ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ ഈ 1-ാം ആദാം ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ ഉണ്ടാകുന്ന വിലപ്പെട്ട അന്തരീക്ഷം, അതൊന്നും ആ വിലപ്പെട്ട അന്തരീക്ഷം തനിക്ക് മനസ്സിലാക്കി നിൽക്കുവാൻ കഴിയാതെ വണ്ണം കൈവിട്ടുപോയി. എന്നാൽ 2-ാം ആദാമിനായ യേശു ക്രിസ്തുവിനെ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് ജനത്തെ ചേർത്ത് വയ്പ്പാൻ തുനിഞ്ഞു. അതിൻ്റെ ഒരു വിശേഷത നമുക്കൊന്ന് ബോധ്യപ്പെടുത്താം. ഞാൻ ഒന്നുകൂടി പറയാം. യേശുവിനെ വിട്ടോ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിന്ന് പരാജയത്തിലാണ്, നിങ്ങളിന്ന് വളരെ തകർച്ചയിലാണ്. പക്ഷെ അതിനകത്തുനിന്നൊരു പുനഃസ്ഥാപനം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുമെങ്കിൽ ഈ ഒരു ചെറിയ ആലോചന നിങ്ങൾക്കൊരു ആത്മീക പോസിറ്റീവ് എനർജി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതൊരു പറയാം, 66 പുസ്തകവും പുനഃസ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രവാചകൻ 16 പേര് മാത്രമല്ല, പുസ്തകം എഴുതാത്ത പ്രവാചകന്മാർ ഉൾപ്പെടെ ഉണ്ട്. അവരും ഒരു ദൂതാണ് പുനഃസ്ഥാപനം. ഇന്ന് എനിക്കും നിങ്ങളോട് പറയേണ്ട ഒരു വാക്കും പുനഃസ്ഥാപനത്തെക്കുറിച്ചാണ്. ഇസ്രായേൽ എന്ന ദൈവമായ യഹോവയിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന് ഹോശേയ പറയുമ്പോൾ ഈ 14 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഹോശേയയാണ്. ഈ ഹോശേയ പ്രവാചകൻ പഴയ നിയമത്തിലെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാകുന്നു വേദപണ്ഡിതാക്കൾ പറഞ്ഞത്. സ്നേഹത്തിന് അത്രയ്ക്കും യോഹന്നാനെ പോലെ ഒരു ഹൃദയ വിശാലതയുള്ള മനുഷ്യനാണ്. ആരും നശിച്ചു പോകാൻ പാടില്ല. അതാണ് നമുക്കറിയാം വിശുദ്ധ ബൈബിളിലെ ഏറ്റവും ഗോൾഡൻ വേൾഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുവർണ വാക്യം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവൻ ഒരു വിശാല ഹൃദയം, അതേ ഹൃദയത്തുടമസ്ഥനായിരുന്നു ഹോശേയാവ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹോശേയാവ് വിശാല ഹൃദയത്തോടെ ദൂത് പ്രസംഗിക്കുമ്പോൾ ഒറ്റ കാര്യമാണ്, സ്നേഹത്തിലേക്ക് മടങ്ങുക, ഐക്യത്തിലേക്ക് മടങ്ങുക, കൂട്ടായ്മയിലേക്ക് മടങ്ങുക, ഒരുമതയോടെ ജീവിപ്പാൻ തക്കവണ്ണം ശ്രമിക്കുക എന്നിത്യാദി പദങ്ങൾ കൊണ്ട് ഈ പുസ്തകത്തെ സമ്പുഷ്ടമാക്കിയിരിക്കുന്നു. അങ്ങനെ മടങ്ങി വരാൻ തുനിഞ്ഞാൽ ഒരു പുനഃസ്ഥാപനം
ദൈവത്തിൻ്റെ കരവും മനുഷ്യൻ്റെ കരവും തമ്മിൽ ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന ദൗത്യം തീർന്നു. ഒരു സുവിശേഷകനായ എനിക്കും പറയുന്ന വാക്കാണ്, ഈ ശബ്ദം കേട്ട് ഈ ശബ്ദം അനുസരിക്കുന്ന ഈ മക്കൾ നിങ്ങളുടെ കൈയും ദൈവത്തിൻ്റെ കൈയുമായി ഒന്ന് ചേർത്താൽ, നിങ്ങളുടെ ഹൃദയവും ദൈവത്തെ ഹൃദയമായി ചേർന്നാൽ, നിങ്ങളുടെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സുമായിട്ടൊന്ന് ചേർന്നാൽ, ഞാൻ ഈ വിലപ്പെട്ട വെളിപ്പാട് വില മുടക്കി ചെയ്യുന്നതിൻ്റെ മറുപടിയായി ആ ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് ഞാൻ ബോധ്യപ്പെടും. ഇനി ദൈവത്തിലേക്ക് മടങ്ങി വന്നുള്ള ഗുണം തന്നെ 14-ാം അധ്യായത്തിൽ തന്നെ, ഹോശേയ 14-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ ഉണ്ടാകുന്ന നേട്ടം പറയുന്നു. ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലിരിക്കുമെന്നാണ്. മടങ്ങി വന്നാൾ കാണാം, ഇത് പണ്ടേ ഉണ്ടായിരുന്നു, കർത്താവിലേക്ക് നിന്നപ്പോഴുണ്ടായിരുന്നതാണ്, ദൈവമായിട്ട് ചേർന്ന് നടന്നപ്പോൾ ഉണ്ടായതാണ് ഈ തണുപ്പ്, ആശ്വാസം, സമാധാനം, പ്രതീക്ഷ, പ്രത്യാശ. ഇതെല്ലാം മഞ്ഞിൻ്റെ, തണുപ്പിൻ്റെ, ആശ്വാസത്തിൻ്റെ കാലമാണ്. വാസ്തവത്തിൽ നീ മടങ്ങി വന്നാൽ ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലിരിക്കും, തണുപ്പായിരിക്കും, ആശ്വാസമായിരിക്കും, സ്വസ്ഥതയായിരിക്കുമെന്നാണ്. നിങ്ങൾ നോക്കൂ, കർത്താവിന് വിട്ടുപോയ യൂദയ്ക്ക് സംഭവിച്ച വിഷയം. 30 വെള്ളിക്കാശിന് അരിമതത്തിന് ഒറ്റിക്കൊടുത്തു. യേശുവിനെ വിറ്റിട്ട് യാത്ര പുറപ്പെട്ടവൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചില്ലിക്കാശ് എടുത്ത് കപ്പലിന് വാങ്ങാൻ പറ്റുമോ? ഒരു ചായ കുടിക്കാൻ പറ്റുമോ? ഒരു പരിപ്പട കഴിക്കാൻ പറ്റുമോ? തലമുറയ്ക്ക് വേണ്ടി കരുതാൻ പറ്റുമോ? എന്തെങ്കിലും കൊണ്ട് ഗുണമുണ്ടോ ആ 30 വെള്ളിക്കാശ് കൊണ്ട്? അക്കൽ ധാമ എന്ന് പറയുന്ന രക്തനിലം മേടിച്ചിട്ട് അനാഥന്മാരെ കുഴിച്ചിടുവാൻ തക്ക ശ്മശാന ഭൂമി വാങ്ങേണ്ട അന്തരീക്ഷമായി മാറിയില്ലേ? എങ്കിൽ യേശുവിനെ വിറ്റോ പോയാൽ മഞ്ഞല്ല, നീ ചുട്ടുമ്പോൾ ചൂടായിരിക്കും. കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ട്, ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിച്ചിട്ട്, ദൈവത്തിന് മുമ്പാകെ പുറംകാലം ചവിട്ടിക്കളഞ്ഞ് ദൂരെ പോയ പ്രിയപ്പെട്ടവരോട് കർക്കശ ഭാഷയിൽ ഞാൻ ഇന്ന് രാവിലെ പറയുന്നു, നിങ്ങൾക്ക് വളരെ പരാജയം വന്നിരിക്കുകയാണ്, നിങ്ങൾ വളരെ തകർച്ചയിൽ പോവുകയാണ്. നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ പകരം നിങ്ങൾ അസ്വസ്ഥനായി അകാലം മരണം സംഭവിക്കേണ്ടി വരും. കർത്താവിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ നഷ്ടങ്ങൾ വലിയൊരു കൂമ്പാരമായിരിക്കും. എന്നാൽ സ്നേഹിതരെ, ഹൃദയവിശാലതയോട് പറയാം, കർത്താവിലേക്കൊന്ന് മടങ്ങി വന്നാൽ കർത്താവ് നിങ്ങൾക്കൊരു തണുപ്പായിരിക്കും, ആശ്വാസമായിരിക്കും. വേറെ ആരും തണുപ്പിക്കാനില്ല, തണുപ്പിക്കാൻ വരുത്തുമില്ല, തണുപ്പിക്കുകയും വേണ്ട. കർത്താവ് നിങ്ങൾക്ക് തണുപ്പായിരിക്കും. 2 വാക്ക്, 2-ാമത്തെ വാക്ക്, അവൻ താമര പോലെ പൂത്ത് ലെബാനോന്റെ വനം പോലെ വേരുന്നു. ഞാനിതൊക്കെ വ്യാഖ്യാനം വെച്ചെടുക്കേണ്ട വെളിപ്പാടാണ്. താമര കളർ എന്തുവാ? വളരെ പിങ്ക് കളർ, നല്ല കാണാൻ നല്ല രസമാണ്. ഇന്ന് ഓർത്തോണം, ആശ്വാസം കിട്ടാതെ സൗന്ദര്യം കൂടത്തില്ല. ഹൃദയം തകർന്നു പോയാൽ നീ താമരയല്ല, കരിഞ്ഞു വാടി തൊട്ടാപടി പോലെ അലഞ്ഞു ഉടഞ്ഞു പോകും. എൻ്റെ കർത്താവ് നമുക്ക് പ്രോമിസ് ഏറ്റെടുക്കണം. ഞാൻ നിനക്ക് ആശ്വാസം തരാം, തണുപ്പ് തരാം. നീ തണുപ്പത്ത് വളരും, അത് താമര പോലെ നീ സൗന്ദര്യമുള്ളതായി മാറും. നോക്കിയേ, ഇവിടെ നമുക്കറിയാം, ഒരു വേശ്യ സ്ത്രീയെ കൊണ്ടുവരാനാണ്, താമാറിനെ കൊണ്ടുവരാനാണ് കർത്താവ് പറയുന്നത്. കൊണ്ടുവന്നു. അവളെ ചരിത്രം അറിയാമെന്ന് പറയാം. 2 പ്രാവശ്യം ഹോശേയ പോയി അവളെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു. പക്ഷെ അവൾ ദൈവത്തെ വിട്ടു പോയത്, അല്ലെങ്കിൽ ഹോശേയ വിട്ടു പോയപ്പോൾ ഉണ്ടത് പരാജയം, കരിമാലിച്ച് ജാരന്മാരുടെ കൂടെ ജീവിച്ച് അവ ജീവിതത്തിൽ പരാജയം ഏറ്റെടുക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, യേശു എന്ന ആത്മമണമാണ് വിട്ടു പോയാൽ നീ അസ്വസ്ഥനാണ്. നിന്റെ കരിവാളിച്ച മുഖമായിരിക്കും, തകർന്ന മുഖമായിരിക്കും. ഓടുത്തുപോയി നീ പുഷ്ടി പ്രാപിക്കില്ല, കെട്ടിഞ്ഞാൻ ചാകേണ്ടി വരും യൂദയെ പോലെ. പക്ഷേ ഇല്ല, അതിനു വേണ്ടിയല്ല ഈ ദൂതൻ നിങ്ങൾക്ക് പറയുന്ന വാക്ക്, ഞാൻ താമര പോലെ തരുമെന്നാണ്. ഇത് ലെബാനോന്റെ വനം പോലെ ആക്കി മാറ്റാം. നോക്കാം, വാക്ക് ലെബാനോന്റെ വനം പോലെ വേരുന്നുവെന്നാണ്. ഒരു ചെറിയ കൊമ്പിനെ പോലെ ലെബാനോന്റെ മരത്തെ പിടിച്ച കാതലുള്ള മരം വന്നാണ്. കാര്യം, എത്ര ആണ്ട് ഈ ഭൂപരപ്പിൽ ചൂട് വന്നാലും ലെബാനോന്റെ വനത്തിന് മേളിൽ എപ്പോഴും വെള്ളത്തൊപ്പി പോലെ മഞ്ഞിങ്ങനെ പൊതിഞ്ഞ് നിൽക്കും. എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മഞ്ഞുകൊണ്ട് തണുപ്പും ആശ്വാസം തരുന്നൊരു കാലാവസ്ഥയാകുമെങ്കിൽ അവിടെ വൃക്ഷത്തിന് വളരാൻ തക്കവണ്ണം വെള്ളം ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല, മഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് പൊതിയുമെങ്കിൽ, ഇത്രയും ഒരു നല്ലൊരു വാക്ക് പറഞ്ഞ് നമ്മെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇനി ബൈബിളിനകത്ത് വേറെ പദമുണ്ടെന്ന് എനിക്കറിയത്തില്ല.
അത്രയ്ക്കും ഏത് ശുഷ്കിച്ച കാലാവസ്ഥയിലും ഏതെല്ലാം ചൂടുപിടിച്ച അന്തരീക്ഷത്തിലും കർത്താവിനോട് ജീവിക്കുന്നവർക്ക് ഞാൻ ലെബാനോൻ്റെ ഒരു മരം പോലെ വേരൂന്നി വഴത്തക്കവണ്ണം തണുപ്പും ആശ്വാസം കൊടുക്കാമെന്ന് ഇത്രയും ഹൈ പ്രോമിസ് ദൈവം തരുന്നുവെങ്കിൽ മടങ്ങി വന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് നിൽക്കുവാൻ തക്കവണ്ണം ഉത്സാഹിപ്പിക്കുന്നു. അവൻ്റെ കൊമ്പുകൾ പടരും, അവൻ്റെ ഭംഗി ഒലിവൃക്ഷത്തിൻ്റെ ഭംഗി പോലെയും അവൻ്റെ വാസന ലെബാനോൻ്റെത് പോലെ ഇരിക്കും. അവൻ്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിൻ്റെ കീർത്തി ലെബാനോൻ്റെ വീഞ്ഞിൻ്റെത് പോലെ ഇരിക്കും. നോക്കണം, 5, 6, 7 വാക്യത്തിൽ നിന്ന് വായിച്ചു പഠിക്കണം. ഞാൻ അവനെ സൗന്ദര്യമാക്കി മാറ്റാന്ന് മാത്രമല്ല, ഞാൻ ആ വ്യക്തിക്ക് സൗരഭ്യം കൊടുക്കാമെന്നാണ്. ആർക്കാ? പിന്മാറ്റക്കാരൻ ദൈവത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഞാൻ ലെബാനോന്റെ വനം പോലെയാക്കും. അവൻ്റെ കൊമ്പുകൾ ബൗണ്ടറി കിടക്കും. സ്തോത്രം. പടരും, അതിന് വിട്ട് മാറും. അവൻ്റെ ഭംഗി ഒലിവൃക്ഷത്തിൻ്റെ ഭംഗി പോലെയാക്കും. അതിൻ്റെ വാസന ലെബാനോനിലാക്കും എന്ന് നാറി കിടക്കാൻ സമ്മതിക്കില്ല. എത്ര പ്രാവശ്യം നമ്മൾ പിന്മാറിപ്പോയി, നാറി കുത്തുവാളെടുത്തു പോയി. സ്തോത്രം. എനിക്ക് വിഷമമുണ്ട് ആ വാക്ക് പറയാൻ. ആ പദം പറയുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം. പക്ഷെ എനിക്ക് ആ ദുഃഖത്തോടെ ഞാൻ ആ വാക്ക് പറയുന്നു. കർത്താവിൻ്റെ അടുക്കൽ വന്ന് നന്മ പ്രാപിച്ചിട്ട് പിന്മാറിപ്പോയില്ലേ? കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ട് അകന്നു പോയില്ലേ? കർത്താവ് ഒന്നുകൂടി ഒരു വാഗ്ദത്തം പറയുന്നു. ഭംഗി കൂട്ടാം, സൗരഭ്യം കൂട്ടാം, കൊമ്പിനെ പടർത്താം, ആ വാസന തരാം. പോരായെങ്കിൽ അതിന് നിഴൽ പാർക്കുന്നവർക്ക് ധാന്യം വിളയിക്കത്തക്കവണ്ണം ഒരു സമർത്ഥയുടെ കാലം തരാമെന്നാണ്. നിങ്ങൾ ആ വാക്ക് പറഞ്ഞ് മുന്തിരിവള്ളി തളിർക്കുകയും അതിന് കീർത്തി പ്രശസ്തനാക്കി മാറ്റാം. ഇന്ന് നിങ്ങൾ അസ്വസ്ഥനാണെങ്കിലും എന്നും അസ്വസ്ഥന നിൽക്കാനല്ല, നിങ്ങളുടെ പേരുകൾക്ക് നിങ്ങൾ വലിപ്പം കൂട്ടിത്തരാം. ഇത്രയും വലിയ പ്രോമിസ് നിങ്ങൾ തരുമെങ്കിൽ ആ വചനത്തിന് ബാക്കി ഒന്ന് സമർപ്പിച്ച് പറയാം, കർത്താവേ ഞാൻ മടങ്ങി വരുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, യിരെമ്യാവ് 15:19 വാക്യം, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ തക്കൻ വീണ്ടും കൈക്കൊള്ളും. ദൈവത്തിൻ്റെ അടുക്ക വന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ നിർത്താമെന്നാണ്. സ്തോത്രം. എബ്രായലേഖനം 6-4 വാക്യം വായിക്കുന്ന, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മനെ പ്രാപിക്കുകയും ദൈവത്തിന് നല്ല വചനവും വരുവാനുള്ള ലോകത്തിന് ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവ തനിക്ക് തന്നെ ദൈവത്തിന് വീണ്ടും ക്രൂശിക്കുന്നവനും അവന് ലോകാപവാദം വരുത്തുന്നവനാകൊണ്ട് അവന് പിന്നെയും മാനസാന്തരപ്പെടുവാൻ സാധ്യമല്ല. തീർന്നില്ല. 3:12 എബ്രായറിൽ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ വന്നാൽ നിങ്ങളുടെ അകത്ത് ദൈവത്തിന് താമസിക്കാൻ പറ്റും, ദുഷ്ടന്മാർക്ക് താമസിക്കാൻ പറ്റും. അവിശ്വാസം വന്നാൽ തീർന്നില്ല. ലൂക്കോസ് 11:35 വായിക്കുന്നു, പ്രകാശം നഷ്ടപ്പെട്ടു പോയാൽ, അവിടെ വാക്ക് വന്ന വാക്കാ, നിന്റെ വെളിച്ചം ഇരുളാകാതെ നോക്കുക. ആ വെളിച്ചം ഇരുളായാൽ പിന്നെ അത് കത്താൻ സാധ്യതയില്ല. ഇങ്ങനെ ഒത്തിരി മുന്നറിയിപ്പുകൾ കർത്താവ് നന്ദിക്ക് സ്ഥിതിക്ക് ഈ കർത്താവിനെ വിട്ടോ പോകരുത്. പോയാൽ പണി കിട്ടും. നക്ഷത്രങ്ങളിൽ കൂടുവയ്ക്കാൻ പോയി അവിടെ പണി കിട്ടും. ഭൂമിയുടെ അറ്റത്തും ചെന്ന് പാർക്കാൻ പോയി അവിടെ പണി കിട്ടും. കർത്താവിനെ ഒളിച്ച് പാർക്കാൻ പറ്റില്ല. അഗ്നി ജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവത്തെ ഒളിച്ച് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ മടങ്ങി വാ. ദൈവസഭയിലേക്ക് കയറ്. ദൈവദാസന്മാരോട് കൂട്ടുവിശ്വാസികളോ കയ്പ് കാണിച്ചിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി അവിടെ പോ, പുനഃസ്ഥാപിക്കപ്പെട്. മടങ്ങി കർത്താവിൻ്റെ അടുക്കൽ വാ, ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിക്ക്. അങ്ങനെ അനുഭവിച്ചാൽ ഇനിയുള്ള കാലം ഗുണത്തിൻ്റെ കാലവും ഉയർച്ചയുടെ കാലമാണ്. പ്രാർത്ഥന വെട്ടിക്കുറച്ചില്ലേ അമ്മാമേ, അച്ഛാ? പ്രാർത്ഥന വെട്ടിക്കുറച്ച് സഹോദര, നീ പ്രാർത്ഥന വെട്ടിക്കുറച്ചില്ലേ? നീ ആരാധന വെട്ടിക്കുറച്ചില്ലേ? നീ ഉപവാസം വെട്ടിക്കുറച്ചില്ലേ? വചനം ധ്യാനിക്കുന്ന വെട്ടിക്കുറച്ചില്ലേ? ദൈവത്തോട് നല്ല മനസ്സാക്ഷി വെട്ടിക്കുറച്ചില്ലേ? ദുഷ്ടഹൃദയം കയറ്റി വെച്ചിരിക്കല്ലേ? വിട്ടുകളാതെ കർത്താവിലേക്ക് മടങ്ങി വന്നാൽ കർത്താവ് 14 ഹോശയ 14:5 വാക്യം പറയുന്ന വെളിപ്പാട് നിങ്ങൾ നിറവേറും. അങ്ങനെ നിറവേറിക്കഴിഞ്ഞാൽ നിങ്ങൾ ദൈവരാജ്യത്തിന് ഫലം കായ്ക്കും. നിങ്ങൾ പിന്മാറ്റക്കാരായി പോയാൽ ദേശക്കാർ മുഴുവൻ നിങ്ങളെ കളിയാക്കും. കർത്താവ് നാമം നിങ്ങൾ നിമിത്തം ദൂഷിക്കപ്പെടും. വചനം പറയുന്നു, യഹോവയുടെ നാമം എത്ര മേലായ നാമമാണ്. ആ നാമത്തിന് അപമാനം ഉണ്ടാക്കിയാൽ യൂദയെ ഓർക്കണം. യൂദയെ ഓർക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിന് മുമ്പിൽ അവർ അനുഭവിച്ച കഷ്ടം, പ്രശ്നങ്ങൾ. അതുപോലെ നമ്മുടെ ജീവിതം ആഹാതിരിക്കത്തക്കവണ്ണം കർത്താവ് മഞ്ഞ് പോലെ ഇരിക്കും.
കർത്താവ് ദേവദാരു പോലെ ആക്കും, സൗരഭ്യം തരും, വാസന നൽകും. ഇത്ര വിലപ്പെട്ട വെളിപ്പാടുകൾ ദൈവാത്മ തന്ന സ്ഥിതിക്ക് ഈ കർത്താവിനെ വിട്ടു പോകേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കർത്താവിനെ മടങ്ങി വാ. കർത്താവെ, ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, കർത്താവിലേക്ക് മടങ്ങി വന്നാൽ ലബാനോ ദേവദാരു പോലെയാക്കാം, സൗരഭ്യമാക്കി മാറ്റാം. കർത്താവെ, വിലപ്പെട്ട അവകാശം കൊടുക്കാം, ധാന്യം വിളയിപ്പിക്കുമെന്നും അവരുടെ വാസന ദേശം മുഴുവനും വാസന കൊടുക്കാമെന്നും അവിടുതായ കൊമ്പുകൾ മതിൽ പടർന്നു പോകുമെന്നും അവർ തണൽ പറ്റി അനേകാശ്വാസം കൈക്കൊള്ളുമെന്നും ഞങ്ങൾ വായിച്ച് ചിന്തിച്ച സ്ഥിതിക്ക് കർത്താവിനെ വിട്ടോ, ദൈവത്തെ വിട്ടോ, ദൈവകൃപയിൽ നിന്ന് ആരെങ്കിലും അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട് കർത്താവേ, അതിനു വേണ്ടിയാണല്ലോ ഈ ദൂതനെ തന്നത്. അവരെ സൗരഭ്യത്തിന് വേണ്ടി മടക്കി വരുത്തണമേ. സഭയ്ക്ക്, ദൈവസ്ഥാപനത്തിന്, ദൈവരാജ്യത്തിന് ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ലഭിക്കുന്ന എല്ലാ അവകാശത്തിനും അവർ പ്രാപ്തനാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ വചനത്തിന് വെളിപ്പാട് ആശ്വാസമായിരിക്കും. കർത്താവിലേക്ക് മടങ്ങി വരണം. ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും സ്തോത്രം അധികം അറിയുകയോ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കർത്താവ് കൂടെയുണ്ട്. കൂടെ ഞങ്ങളുടെ വർഷിപ്പിന് വേണ്ടി കുതിക്കുന്നുവെങ്കിൽ കടന്നു വരാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു ഓൾ.